SIR വിവരങ്ങൾ പരിശോധിക്കാനെന്ന വ്യാജേന ആദവനാട് സ്ത്രീവേഷം ധരിച്ചെത്തി വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ അയൽവാസി യുവാവിനെ കുടുക്കിയത് പ്രതിയിൽ നിന്ന് വീണുപോയ നോട്ടുപുസ്തകം. വീടിന്റെ പരിസരത്ത് നിന്ന് ലഭിച്ച നോട്ടുപുസ്തകം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ മോഷ്ടാവിനെ 24 മണിക്കൂറിനകം പൊക്കി കൽപ്പകഞ്ചേരി പോലീസ് നാട്ടുകാരുടെ കയ്യടി നേടി. മോഷണത്തിന് ശേഷം ഒന്നും അറിയാത്തവനെ പോലെ നാട്ടിൽ തുടർന്ന പ്രതി പുത്തൻപീഡിയക്കൽ ഷാക്കിറിനെ തിരൂരിൽ നിന്ന് പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു. കൽപ്പകഞ്ചേരി CIK സലീമിന്റെ നേതൃത്വത്തിൽ SIമാരായ പ്രതീഷ് കുമാർ, ദാസൻ, ASI വിശ്വനാഥൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജംഷാദ് തുടങ്ങിയവരടങ്ങുന്ന സംഘം നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിച്ചതോടെയാണ് മോഷ്ടാവ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു കുറുമ്പത്തൂർ ചകരിപ്പാറ ഹംസയുടെ ഭാര്യ നഫീസയെ ആക്രമിച്ച് ഷാക്കിർ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. SIR വിവരങ്ങൾ പരിശോധിക്കാനെന്ന വ്യാജേന സ്ത്രീവേഷം ധരിച്ച് വീട്ടിലെത്തിയ പ്രതി ആധാർ കാർഡ് ആവശ്യപ്പെട്ടിരുന്നു. കാർഡ് എടുക്കാനായി നഫീസ അകത്തേക്ക് കയറിയപ്പോൾ ഷാക്കിറും അകത്ത് കടക്കുകയും ആക്രമിച്ച് വീഴ്ത്തി 1.5 പവൻ വീതം വരുന്ന മാല, വള എന്നിവ കവർന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. ഇതിനിടെ വീണുപോയ നോട്ടുപുസ്തകമാണ് പോലീസിന് സഹായകമായത്. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. നോട്ടുപുസ്തകം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഷാക്കിർ ഉപയോഗിച്ചിരുന്നതാണെന്ന് കണ്ടെത്തി. നോട്ടുപുസ്തകത്തിൽ നിന്ന് ഒരു സ്ഥാപനത്തിന്റെ വിലാസം ലഭിക്കുകയും പോലീസ് അവിടെ എത്തി വിവരങ്ങൾ തേടുകയുമായിരുന്നു. അതോടെ 31കാരനായ ഷാക്കിറിലേക്ക് അന്വേഷണം തിരിഞ്ഞു. തുടർന്ന് ഷാക്കിറിന്റെ മൊബൈൽ ട്രേസ് ചെയ്യുകയും തിരൂരിലുള്ളതായി തിരിച്ചറിഞ്ഞ് പോലീസ് തിരൂരിലെത്തുകയുമായിരുന്നു. ഏഴൂർ റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തതോടെ കവർച്ച സമ്മതിക്കുകയുമായിരുന്നു. കവർച്ചയ്ക്ക് ശേഷം നാട്ടിൽ തുടർന്ന പ്രതി ഇടയ്ക്കിടെ നാട്ടിലെ ജനപ്രതിനിധികളെയും പ്രമുഖരെയും വിളിച്ച് പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതി അന്വേഷിച്ചിട്ടുമുണ്ട്. ഇയാളെക്കുറിച്ച് സംശയം ഇല്ലാതിരുന്നതിനാൽ അവർ കൃത്യമായ മറുപടികളും നൽകിയിരുന്നു. നഫീസയുടെ ശരീരത്തിൽ നിന്ന് കവർന്ന ആഭരണങ്ങളും സംഭവ സമയത്ത് ഷാക്കിർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വീട്ടിലെ കിടപ്പുമുറിയിൽ ബാഗിലാക്കിയാണ് ഇവ ഒളിപ്പിച്ചിരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ഇയാൾ നാട്ടിലെ പ്രമുഖരെ വിളിച്ച് പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതി അന്വേഷിച്ചിട്ടുണ്ട്. തന്നിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ലെന്ന ആശ്വാസത്തിൽ ശനിയാഴ്ച രാവിലെ തിരൂരിലേക്ക് പോയതായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച രാത്രി തന്നെ പോലീസ് നിർണായക വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇവ പരിശോധിച്ചുറപ്പിച്ചതോടെ ശനിയാഴ്ച രാവിലെ ഷാക്കിറിനായി വലവിരിച്ചു. തുടർന്നാണ് തിരൂരിലുള്ളതായി വിവരം ലഭിച്ചത്. അതോടെ ഷാക്കിറിനെ തേടി തിരൂരിലെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ആദവനാട് പട്ടാപ്പകൽ നടന്ന സംഭവം നാട്ടുകാരെ പരിഭ്രാന്തരാക്കിയിരുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. മജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031.